ഇസ്കോൺ അടക്കമുള്ള ഹൈന്ദവ സംഘടനകളെ നിരോധിക്കാനുള്ള ഒരു വലിയ നീക്കവുമായി ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ നീങ്ങുന്നു. ബംഗ്ലാദേശ് സർക്കാർ തന്നെയാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇസ്കോൺ അടക്കമുള്ള സംഘടനകൾ മതമൗലികവാദ സംഘടനകളാണെന്നും അവരെ നിരോധിക്കണമെന്നുമാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം സ്വാമി ചിന്മയ കൃഷ്ണ ദാസിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ നേതാക്കളും ഉൾപ്പെടെ ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ തെരുവോരങ്ങളിൽ സമരം ചെയ്യുമ്പോൾ അത്തരം സംഘടനകളെ നിരോധിച്ചുകൊണ്ട് ആ അംഗങ്ങൾക്കെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങാൻ പോവുകയാണ് ബംഗ്ലാദേശ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിന്ദു സംഘടനകളെ നിരോധിക്കുകയാണെങ്കിൽ അതിൻ്റെ അലയൊലികൾ സ്വാഭാവികമായും ഇന്ത്യയിലും ഉണ്ടാകും. കാരണം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളാണ് ബംഗ്ലാദേശിൽ ഈ ഹൈന്ദവ സംഘടനകളെ, പ്രത്യേകിച്ച് ഇസ്കോൺ പോലെ ലോകമെങ്ങും ആദരിക്കുന്ന, ലോകമെങ്ങും അംഗീകരിക്കുന്ന ഒരു ഹൈന്ദവ സംഘടനയെ അടക്കം നിരോധിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു അലയൊലി പശ്ചിമ ബംഗാൾ അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടാകും. കാരണം ഈ അവിടെ നിന്നും പ്രവർത്തിക്കുന്ന പല സംഘടനകളും മറ്റുമൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം, കാരണം ഇസ്കോൺ ബംഗ്ലാദേശിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടനയല്ല, ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ ഒരു സംഘടനയുടെ നേതൃത്വത്തിലും മറ്റ് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും ഒക്കെ ഒരു വലിയ പ്രതിഷേധത്തിന് ഇന്ത്യയിലും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അവിടെ നിന്നും മറ്റും തൊഴിൽ നേടി ഇന്ത്യയിലെത്തിയ ഏതാണ്ട് 2 കോടിയോളം വരുന്ന ബംഗ്ലാദേശി പൗരന്മാർക്ക് തന്നെയാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.